നമ്മുടെ മാവുമെന്ന് കുറച്ച് കശുവണ്ടി വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്വരുക്കൂട്ടി വെച്ചതാണിത്. അപ്പോൾ കവറിൽ കെട്ടി വെച്ച് കുറേ നാളായി എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കുറേയൊക്കെ ചീത്തായിപ്പോയി. ബാക്കിയുള്ളത് എന്തിനാ വെറുതെ നശിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ചിട്ട് മീനമ്മ അത് ചുട്ടെടുത്തിട്ടോ, വേറെ ഒന്നിനല്ല അരി കൊണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ കശുവണ്ടി കിലോ കണക്കിന് മേടിക്കുമ്പോൾ എന്തിന് 1500 രൂപ 1600 രൂപയാണ് ഒരു കിലോത്തിന്. എന്തിനാണ് ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് മേടിക്കണേ? അത് നല്ല ഇല്ല, അത്രയും കൊടുക്കാനുള്ളതൊന്നും നമ്മുടെ കയ്യിലില്ല അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് എന്തിനാണ് നശിപ്പിച്ച് കളയണേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനമ്മ അത് വറുത്തെടുത്തത് പൊട്ടിച്ചെടുക്കണുണ്ട്. അപ്പോൾ കുറേയൊക്കെ കരിഞ്ഞു പോയി, കുറേ ചീത്തായി പോയി. ബാക്കിയുള്ളത് കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവണ കശുവണ്ടി നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഓരോരുത്തർക്ക് പോയി പറക്കിയിരുന്നല്ലേ. എല്ലാ പറമ്പിലും പോയി കശുവണ്ടിയൊക്കെ പറക്കി, പിന്നെ അതുപോലെ തന്നെ ബദാം അതൊക്കെ പറക്കി തല്ലി തിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്കുള്ളിലൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ, എന്നാലും വേണ്ടിയില്ല. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് നാളികേരം ചിരവിയാണ് ഞാൻ. അപ്പോൾ നാളികേരത്തിനൊക്കെ ഭയങ്കര ക്ഷാമമായി കാരണം ഓവറായിട്ട് നാളികേരം ഒന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് അരിയുണ്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന് അച്ഛൻ പറഞ്ഞ് നാളികേരം നോക്കിയും കണ്ടൊക്കെ എടുക്കണം, ആവശ്യത്തിനുള്ളതുള്ളൂ അനാവശ്യത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാളികേരെ വെച്ചിട്ട് അരിയുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളികേരം ചിരവിതാ ഇത്രയും ഉണ്ടായിരുന്നു. അത് മതി നമുക്കല്ലേ, പുറത്ത് കൊടുക്കാനൊന്നുമല്ലല്ലോ. അപ്പോൾ ഇത്രയും തന്നെ ധാരാളം. അപ്പോൾ അരി കഴുകി വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വെള്ളരിയാണ്, നല്ല അരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അതുകൊണ്ട് ചോറോ കഞ്ഞൊന്നും വെക്കൂല. അപ്പോൾ ഇതുപോലത്തെ വല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ അതും ചിലവായി പൊക്കോളും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 6 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, കറുത്ത ശർക്കരയാണ്. അപ്പോൾ കറുത്ത ശർക്കര ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് യോജിക്കുള്ളൂ. വെള്ള ശർക്കര ആണെങ്കിൽ അരിയുണ്ടയ്ക്ക് കളർ ഉണ്ടാവില്ല. അപ്പോൾ കറുത്ത ശർക്കര 6 കഷ്ണം എടുത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ മധുരം അനുസരിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും ശർക്കര എടുക്കാം. മധുരം ഷുഗറിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് 4 കഷ്ണമൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് ഏലക്കായും നല്ല ജീരകമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം ചിരവിയപ്പോൾ 3-4 കൊത്തും അതിൽ പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ആദ്യം അടിച്ചെടുത്തിട്ട് നാളികേരം നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് അരയ്ക്കണ രൂപത്തിലാക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ കശുവണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് ഇത്രയും ഉണ്ടായിരുന്നു നമ്മളുടെ കശുവണ്ടി ചുട്ടെടുത്തപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ കപ്പലണ്ടി അതിൻ്റെ കറമ്പലൊക്കെ കളഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. വറുത്ത കപ്പലണ്ടി കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്ക് അതും കൂടെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറമ്പലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം അതും നല്ലോണം പൊടിച്ചെടുക്കാം. അരി ഓവറായിട്ട് പൊടിച്ചില്ലെങ്കിലും ടേസ്റ്റാണ്. നമ്മൾ അണ്ടിയുണ്ട കടിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അരിയും കടിക്കണത് ഒരു ടേസ്റ്റ് അല്ലേ. അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ശർക്കരപ്പാനിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ അത് ഇളക്കി ഉണ്ട പിടിക്കുന്നതായിരിക്കും നല്ലത്. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട മര്യാദക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചെറു ചൂടോടെ തന്നെ അത് പിടിച്ച് വയ്ക്കാം.